ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ സുജീഷിൻ്റെ ബഡായും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയതാണ് സുജീഷിൻ്റെ ബഡൽസ്. എന്തായാലും അത് കേൾക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു പിള്ളേർ പറഞ്ഞിട്ട് ചിരിക്കുന്നു. കാറ്റാടിത്തണലും തണലത്തരമതിലും അതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു വീട്ടിൽ. ഇതെന്താ രണ്ടാളും പകൽക്കിനാവ് കാണുന്നത്? ഭാരതപ്പുഴന്റെ ഭാരതപ്പുഴന്റെ ഭംഗി ആസ്വദിക്കുന്നത്. അയ്യോ, ഇതിന്റെ തീരത്തുനിന്ന് മോഹൻലാലിന്റെ നരസിംഹത്തിൽ പവിത്ര എന്ന് പറഞ്ഞ സംഭവം. അതായത് രണ്ട് പച്ചക്കിളികള്, രണ്ട് തത്തകൾ വന്ന് നിന്ന പോലെയുണ്ട്. 12 മണിക്കാണ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയം കേട്ടോ. ദിശ 3 മാസമായിട്ട് കോഴ്സ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, അതായത് ആ ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ കണ്ടിട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ തെറാപ്പിസ്റ്റുകളും ആളുകളൊക്കെ ഫ്രീ ആവണമെങ്കിൽ ഒരു ഉച്ചയാവും എന്ന് പറഞ്ഞു. അതായത് 12:30-1 മണി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്നും കൂടെ ഇറങ്ങി ദിശയും പിള്ളേരൊക്കെ. ഏകദേശം 12 മണിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീണ്ടും ആസ്വദിക്കാം, പാഠം ആസ്വദിക്കാം. കമലെ നല്ല കാറ്റില്ലേ? പാടി വരും തെന്നലേ തെന്നലേ പാടി വരും തെന്നലേ തെന്നലേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടടുപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ. എല്ലാവരെയും കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, എന്താ സുഖല്ലേ? കമലമ്മക്ക് ലിഫ്റ്റ് കയറാൻ ഭയങ്കര പേടിയായി, നിർബന്ധിച്ച് കയറ്റിയിട്ടുണ്ട്. ലിഫ്റ്റ് കയറാൻ പേടിയാ കമലമ്മ? എത്ര സ്റ്റെപ്പാണെങ്കിൽ നടന്ന് കയറും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കമലമ്മക്ക്. സെക്കൻഡ് ഫ്ലോറിലാണ് അമ്മ നടന്ന് കയറി കേട്ടോ, പാവം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത് അപ്പുറത്തുള്ള അമ്പലത്തിൽ, അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി പോയ അമ്പലത്തിൽ അന്നദാനമുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോയിക്കോളും. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി നല്ല കഞ്ഞിയും
പയരും. ഉച്ചയ്ക്ക് നല്ല ചൂട് കഞ്ഞിയും പയരും കിട്ടിയപ്പോൾ അമ്മയുടെയും ടീച്ചറുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ ഫുൾ ജങ്ക് ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എഫക്റ്റൊക്കെ ഈ കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് ശരിയാവുമല്ലോ. ഏത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു മഴയും പെയ്തട്ടോ.